ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെന്നൈയിലാണ് ഉള്ളത്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കണ്ടു കളയാമെന്ന് ഓർത്ത് അപ്പോൾ ഇന്ന് രാവിലെ കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. അപ്പോൾ എൻ്റെ ഇപ്പം ജോസഫ് ഉണ്ട്. പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ അതിന് ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ ഉണ്ട്. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ലോക്കൽ ട്രെയിനിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതപ്പം ജോസഫ് ഉണ്ട് കേട്ടോ നമ്മളിപ്പം രാവിലെ. അപ്പോൾ അവനെ വിളിച്ച് പോകാൻ വേണ്ടി ഞങ്ങൾ അതേ നടന്നിട്ടിരിക്കുന്നതാണ്. ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് പോകാമെന്ന് ഓർത്ത്. കടകളൊക്കെ എല്ലാം തുറന്നു തന്നെയല്ല കേട്ടോ. കടകളൊക്കെ എല്ലാം ക്ലോസ്ഡ് ആണ്. നമ്മൾ അത്രയും നേരത്തേനെ കാണാൻ ഇറങ്ങിയിരിക്കണേ. പക്ഷെ ഇപ്പോൾ ഇവിടെ വേസ്റ്റ് എടുക്കാൻ വേണ്ട വണ്ടിയാണ് കേട്ടോ ഈ കാണണം. ഇത് രാവിലെ എപ്പോഴും ഇവിടെ വരും. ഇതാണ് വേസ്റ്റ് എടുക്കണം. ഇലക്ട്രിക് വണ്ടിയാണ്. പശുവിടെ കണ്ടിട്ടാ റോഡിൽ. ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ 2 ചായ കൊണ്ടിട്ടുണ്ട്. சொல்லி எதுவும் வாங்கிக்கிறீங்களா? சக்கரை எடுங்கண்ணா. சக்கரை ஒளிஞ்சிக்கு நான் உங்களுக்கு சக்கரை கம்மியாக நார்மலாண்ணா. தம்பி 2 டீ வாங்கம்மா. பெரம்பூர் இன்னும் ടിക്കറ്റ് എടുത്തിട്ടോ. ടിക്കറ്റ് എടുത്താൽ 5 രൂപ. 5 രൂപയാണ് സെൻട്രൽ വരെ. റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് കേട്ടോ. വന്ദേ ഭാരത് നമുക്കിനി അപ്പുറത്തേക്ക് വരണം. പാലം കടന്ന് അപ്പുറത്തേക്ക് ചെന്നാലേ നമ്മുടെ ലോക്കൽ ട്രെയിൻ കിട്ടുള്ളൂ. നോക്കാം, അപ്പുറത്തേക്കില്ല. സമയം കണ്ട 6:41. അത്ര നേരത്തെ എത്തി. ഇവിടെ പണി നടക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ എക്സ്റ്റൻഷനും കാര്യങ്ങളും ഇപ്പം ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി നിൽക്കണം. வண்டி எண் 1605 LGR சென்னை சென்ட்ரல் திருப்பதி சப்தகிரி எக்ஸ்பிரஸ் நடைமேடை 3 இன்னும் சற்று நேரத்தில் வந்து சேரும். यात्रीगण कृपया ध्यान दें, गाड़ी संख्या 1605 LGR चेन्नई सेंट्रल तिरुपति General compartment 5, general compartment 6. ഇപ്പോൾ നമുക്കുള്ള ട്രെയിൻ പറഞ്ഞു കേട്ടോ. ചെന്നൈ സെൻട്രലിലേക്കുള്ള ട്രെയിന്. ഇത് ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യും. കാരണം MS എന്ന് കോഡ് കണ്ടോ ട്രെയിനിൽ. അതെല്ലാം അങ്ങോട്ട് പോകുന്ന ട്രെയിനാണ്, ലോക്കൽ ട്രെയിനുകളാണ്.
ലോക്കൽ ട്രെയിൻ എടുക്കണമായിരിക്കോട്ടെ നല്ലത് ശരിക്കും. അപ്പം ഇങ്ങോട്ട് സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം ലോക്കൽ ട്രെയിൻ എടുക്കുക എന്നുള്ളത്. ഇതാണ് ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി ഉണ്ടാവും. ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് ചെന്നൈയിലൊക്കെ. ചെന്നൈയിലെ പേരാമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽ കോച്ച് മാനുഫാക്ചറാണ്. ട്രെയിൻ കുറച്ച് നേരം പിടിച്ചിട്ടാ അവിടെ നിന്നൊരു ട്രെയിൻ വന്നുണ്ട്. ഇപ്പോൾ ബേസൻ ബ്രിഡ്ജ് ജംഗ്ഷൻ എത്തിയിട്ട് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ്. ബേസൻ ബ്രിഡ്ജ് ജംഗ്ഷൻ. ഇവിടെ നിന്നാണ് 3 ലൈനായിട്ട് വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നത്. ഇപ്പോൾ സെൻട്രൽ എത്തിയിട്ടോ ഗൈസ്. ഇപ്പോൾ ദൂരെ കാണാം ഒരു ടവർ കാണാം. സെൻട്രലായിട്ടൊരു ടവർ കാണാം. അതാണ് സെൻട്രൽ സ്റ്റേഷൻ്റെ മുകൾ ഭാഗം. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ എത്തി. അതിപ്പോൾ ചെന്നൈ സെൻട്രൽ എത്തിയിട്ടോ. ഇതാണിപ്പോൾ ഫൈനൽ സ്റ്റേഷൻ. രാവിലെ 7:25. അപ്പോൾ അതിന് തിരക്ക് കുറവുണ്ടോ? വീഡിയോ എടുത്ത് വന്നപ്പോൾ ഒരാളെ കാണാനുള്ള നമുക്കിപ്പോൾ
ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട്. സാധാരണ ഇങ്ങനെ ടിക്കറ്റ് ചെക്ക് ചെയ്യാത്തതാണ്, പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇന്ന് വന്നപ്പോൾ ടിക്കറ്റ് ചെക്ക് ചെയ്തു. ഭാഗ്യം ടിക്കറ്റ് എടുത്തിട്ടുണ്ടായി, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ മെയിൻ ബിൽഡിങ്ങിൽ എത്തിയിട്ടോ. ചെന്നൈ സെൻട്രലിലെ മെയിൻ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ നിൽക്കണം. ബാക്കിൽ കാണാം, അതാണ് ക്ലോക്ക് ടവർ. എൻ്റെ ബാക്കിൽ കാണാണ് ക്ലോക്ക് ടവർ. നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം, ഉള്ളിലേക്ക് പോയിട്ട് വരാം. പ്ലാറ്റ്ഫോംസ് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങോട്ടാണ് ഇപ്പോൾ പോകാൻ പോകണം. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങോട്ട് നടക്കാം. ഇവിടെ ടാക്സിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര കൺജസ്റ്റഡാണ്. ഇതാണ് ഉള്ളിലേക്ക് പോകുന്നത്. നമുക്ക് ആ വഴി പോകാം. ആൾക്കാരൊക്കെ ഓടണുണ്ട്, ട്രെയിൻ മിസ്സാന്ന് പറഞ്ഞിട്ട്. ലോകത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ ഏറ്റവും വലിയ പേരുള്ള സ്റ്റേഷനാണിത്, MGR ചെന്നൈ സെൻട്രൽ എന്ന് പറയുന്നത്. പിന്നെ ഇത് 1998 മദ്രാസ് സെൻട്രൽ എന്ന് പറഞ്ഞ ചെന്നൈ സെൻട്രലിലേക്ക് പേര് മാറ്റിയത്. പിന്നീട് 2019 മെയിൻ വലിയ പേര് ഈ സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നുണ്ടോ. പ്ലാറ്റ്ഫോം 1, അതിൻ്റെ പുറകിലുള്ള പ്ലാറ്റ്ഫോം 1 ആണ് കാണുന്നത്. ഇതാണ്ടോ മൂർ മാർക്കറ്റ് കോംപ്ലക്സ് എന്ന് പറയട്ടത്. ഇത് ചെന്നൈ സെൻട്രൽ മെയിൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായി കഴിഞ്ഞ ശേഷം അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പണിതൊരു ബിൽഡിങ്ങാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് ലോക്കൽ ട്രെയിനുകളെല്ലാം വന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം 5 ഉണ്ട്. ചെന്നൈ സെൻട്രലിൽ മൊത്തം 17 പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. 17 പ്ലാറ്റ്ഫോമാണ് ഈ സൈഡിൽ കാണുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട് ഉള്ളിൽ കാണുന്നത് മെയിൻ പ്ലാറ്റ്ഫോം. മെയിൻ ബിൽഡിങ്ങിൽ പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 5 പ്ലാറ്റ്ഫോം ഉള്ളത് ഈ ബിൽഡിങ്ങിൽ. അപ്പോൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഒരു NSD1 കാറ്റഗറിയിൽ പെടുന്നൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അത് സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. അതാണ് NSD1 മോസ്റ്റ് ഹയസ്റ്റ് ഒരു റാങ്കിങ് ആണത് സെക്യൂരിറ്റി ഇതിൽ. ഇപ്പോൾ ക്യാമറയും കാര്യങ്ങളും പോലീസ് പെട്രോളിങ്ങും എല്ലാം ഉണ്ടാവും. അപ്പോൾ സബർബൻ ടെർമിനലാണ് ഈ കാണുന്നത്.
അതിനോട് ചേർന്നുള്ള സെൻട്രൽ പാർക്കാണ് പോയി കാണുന്നത്. ഇപ്പോൾ ഒരു ട്രെയിനൊക്കെ കുറച്ച് വൈകുമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്ത ടൈം ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ദേശപോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. NSD1 കാറ്റഗറിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി മെഷേഴ്സ് നല്ല ഹൈ ആയിരുന്നു. ഉള്ളിലേക്കൊന്നും അങ്ങനെ അധികം വീഡിയോയും അലൗഡ് ആയിരുന്നില്ല. എന്നാലും അപ്പോൾ ഈ ബിൽഡിങ് ഈ ചെന്നൈ സബർബൻ ടെർമിനലിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന ഒരു മൂർ മാർക്കറ്റ് ആയിരുന്നു. 1900 പണിയടിച്ച ഒരു മൂർ മാർക്കറ്റ് ഉണ്ടായി. അതായിരുന്നു ഇവിടെ. അത് മീറ്റും ഫ്ലവേഴ്സും എല്ലാം പെറ്റ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു. ആ മാർക്കറ്റ് 1985 ആയപ്പോൾ തീപിടുത്തത്തിൽ നശിച്ചു പോയി. അപ്പോൾ അത് ഈ ചെന്നൈ മെയിൻ സെൻറ്ററിൽ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അത് കാരണം ഇത്രയും വലിയൊരു മെയിൻ സ്റ്റേഷനാണ്, പക്ഷേ പാർക്കിംഗ് സൗകര്യം തീരെയില്ല. അതാണ് ഈ ഒരു ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സെൻട്രൽ സ്റ്റേഷൻ ഒരു പണ്ടത്തെ പിക്ചേഴ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് ബോർഡും കാര്യങ്ങളൊക്കെ ഒന്നും ഇതുണ്ടാവും. അഡ്വർടൈസ്മെൻറ്റ് ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ ഒരു നാച്ചുറൽ ഭംഗി പോയി. ശരിക്കും പണ്ടത്തെ സമയത്ത് അവിടെ കടകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ കറക്റ്റ് ആ ഒരു വ്യൂ കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ആ വ്യൂ പോയി. ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് ബോർഡൊക്കെ വരുമ്പോൾ അത് പ്രത്യേക ഒരു ഇതാണ്. ഇറ്റ്സ് നൈസ്. ഇവിടെ അടുത്ത് തന്നെ മെട്രോ ഉണ്ട് കേട്ടോ. അപ്പോൾ ലോക്കൽ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ മെട്രോ കിട്ടും. അത് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടെ നിന്നെല്ലാം കണക്റ്റഡ് ആണ് റെയിൽവേ സ്റ്റേഷനുമായിട്ട്. പിന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി കേട്ടോ. തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ എത്തി. ഇപ്പോൾ ഒന്ന് ഇറങ്ങിയുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അധികം അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് അധികം ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അത്രയും വീഡിയോ സെൻട്രലിൻ്റെ വീഡിയോ കുറച്ചെങ്കിലും കാണാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ചെന്നൈയിലെ തന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.